നമ്മളിന്ന് പോകാൻ പോകുന്നത് നെതർലൻഡ്സിലുള്ള റോർമോണ്ട് എന്ന സ്ഥലത്താണ്. അവിടെയാണ് ഡിസൈനർ ഷോപ്പിംഗ് ഔട്ട്ലെറ്റ് ഉള്ളത്. ഞങ്ങൾ ഇവിടുന്ന് 7:30 ആയപ്പം ഫ്ലിക്സ് ബസ്സിലാണ് ആൻറ്റ്വർപ്പിൽ നിന്ന് റോർമോണ്ടിലേക്ക് പോയത്. നമുക്ക് ട്രെയിനിലും പോവാം, അല്ലെങ്കിൽ ബസ്സിലും പോവാം. കാരണം ബസ് സ്റ്റേഷനും ട്രെയിൻ സ്റ്റേഷനും ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ബസ്സിലാണെങ്കിൽ നമുക്ക് ഒറ്റ ട്രെയിനിൽ ഒരു 2.5 hours യാത്ര ചെയ്താൽ അവിടെ എത്താം. ട്രെയിൻ ആണെങ്കിൽ നമുക്ക് ഇറങ്ങിക്കയറണം. അതുകൊണ്ട് പക്ഷെ കുറച്ചൊരു സ്പീഡിലെത്തുന്ന ട്രെയിനാണ്. ഇതാ കാണിച്ചിരിക്കുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ, റോർമോണ്ട് സ്റ്റേഷൻ. ഞങ്ങൾ 7:30 ആയപ്പോൾ കയറി ഒരു 10 o'clock ആയപ്പോൾ അവിടെ എത്തി. ഇങ്ങനെ റോർമോണ്ടിൻ്റെ ഒരു മോഡൽ അവിടെ വെച്ചിട്ടുണ്ട്. ഈ സ്റ്റേഷനിൽ ബസ്സോ അല്ലെങ്കിൽ ട്രെയിനോ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 20 മിനിറ്റൊക്കെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഡിസൈനർ ഷോപ്പിംഗ് ഔട്ട്ലെറ്റിൽ എത്താം. ഞങ്ങൾ അവിടുന്ന് ജസ്റ്റ് നടക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ പതുക്കെ നടന്ന് ഒരു സ്ട്രെയിറ്റ്, ഇടയ്ക്ക് കുറച്ച് ലെഫ്റ്റ് റൈറ്റ് ഒക്കെ ഉണ്ട്, അങ്ങനെ നടന്ന് ഞങ്ങൾ പോയി. ഈ റോർമോണ്ട് ഡിസൈനർ ഷോപ്പിംഗ് ഔട്ട്ലെറ്റിൽ ഏകദേശം ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാം ഷോപ്പിംഗ് ഔട്ട്ലെറ്റ്സ് ഉണ്ട്. നമുക്ക് ജൂലൈ മാസത്തിൽ അല്ലെങ്കിൽ ബ്ലാക്ക് ഫ്രൈഡേ സമയത്ത് കുറച്ച് ഡിസ്കൗണ്ടിൽ അവിടെ ലഭിക്കും. എല്ലാ സമയത്തും കുറച്ച് ഡിസ്കൗണ്ട് ഉണ്ട്, എന്നാലും ഈ സമയത്ത് ചെന്നാൽ കുറച്ചും കൂടി നമുക്ക് ഡിസ്കൗണ്ട് ലഭിക്കും. സമ്മർ സെയിൽ സമയത്തോ അല്ലെങ്കിൽ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ സമയത്തോ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ ബ്രാൻഡിൻ്റെയും ഔട്ട്ലെറ്റ് ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം നടക്കണം. അപ്പം ഞങ്ങൾ ആ സ്ട്രീറ്റിൽ കൂടി ഇങ്ങനെ നടന്നു. ഏകദേശം എല്ലാ സ്ട്രീറ്റിലും കാണുന്ന പോലെ ഒരു സ്ക്വയറും കുറച്ച് ഷോപ്സും ഒക്കെ തന്നെയാണ് ഇവിടെയും കണ്ടത്. ഇതൊരു പാസേജ് പോലെ, അണ്ടർഗ്രൗണ്ട് പാസേജാണ്. അപ്പം ഈ അണ്ടർഗ്രൗണ്ട് പാസേജ് നമുക്ക് ഇറങ്ങാൻ ഒന്നുകിൽ ലിഫ്റ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ എക്സ്കവേറ്റർ ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ എക്സ്കവേറ്റർ യൂസ് ചെയ്ത് താഴോട്ട് ഇറങ്ങി. എന്തോ പഴയ ഒരു പാസേജ്, അണ്ടർഗ്രൗണ്ട് പാസേജാണ്. അതിനെക്കുറിച്ച് എന്തൊക്കെയോ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ അടിയിൽ കൂടെ ഞങ്ങൾ പോയി. അതിൻ്റെ അടിയിൽ കൂടെ ചെല്ലുമ്പം അവിടെ ഇങ്ങനെ കുറച്ച് പെയിൻറ്റിങ്സ് പോലെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ ഇങ്ങനെ വാട്ടർ വരുന്നുണ്ടായിരുന്നു. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അതൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് മുന്നോട്ട് പോയി. അങ്ങനെ ഏകദേശം ഇതാണ് എൻ്റെ ഫ്രണ്ട് കേട്ടോ. 10:30 ഒക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ എത്തി. ഇതാണ് ആ ഡിസൈനർ ഷോപ്പിംഗ് ഔട്ട്ലെറ്റിൻ്റെ എൻട്രൻസ്. ഇനി അവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്ത അങ്ങോട്ടങ്ങ് കടകളാണ്. എല്ലാ ഷോപ്പിംഗ് ബ്രാൻഡ്സിൻ്റെയും കടകൾ അവിടെ കാണും. ജസ്റ്റ് ഒരു ഫൗണ്ടൻ പോലെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ മോനെ ജസ്റ്റ് കളിച്ചു. പിന്നെ നമുക്ക് അവിടെ നിന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് കാണുമ്പം ബിഗ് ബ്രാൻഡ്സ് ആയിരിക്കും. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ ബ്രാൻഡ്സും കാണാൻ പറ്റും. എല്ലാത്തരം ബ്രാൻഡ്സും കാണാൻ പറ്റും. ഒരുവിധം ഫേമസ് ആയ എല്ലാ ബ്രാൻഡ്സും ഉണ്ട് അവിടെ. നമ്മൾ നമ്മുടെ സിറ്റിയിൽ മേടിക്കുന്നേക്കാളും കുറച്ചൊക്കെ റേറ്റിലും വ്യത്യാസമുണ്ട്. പിന്നെ ഞങ്ങൾ നോക്കിയതിൽ നൈക്കയുടെ ഷോറൂമിലും അഡിഡാസിൻ്റെ സ്കെച്ചേഴ്സിൻ്റെ ഒക്കെ ഷോറൂമിൽ ഷൂവിനൊക്കെ നല്ല ഡിസ്കൗണ്ട് ഉണ്ട്. നമ്മൾ ഡെക്കാത്തോണിനും അല്ലെങ്കിൽ സ്കെച്ചേഴ്സിൻ്റെ ഷോറൂം ഇവിടെ സിറ്റിയിൽ പോയി മേടിക്കുന്നതിനേക്കാളും കുറച്ച് നല്ല ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ ഷോറൂമും കണ്ട് ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയി. നിങ്ങളും കണ്ടോളൂ. I need an intervention, divine intervention, you know. Only in my crucial moments do they pay attention carefully. The shadows of my past welcome me again with a smile. But something deep within, something new, lets me emerge from my cocoon. I only
of what's right in front of me. Only you know what is right for me. Compromise, compromise, compromise. Improvise, improvise, improvise. Vacation and pure introspection. There is nowhere else to go, so I'll be coming home to you. Your sadness doesn't compare to the happiness